ഹലോ ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പപ്പയുടെയും മമ്മിയുടെയും 45ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഞങ്ങളിവിടെ ഒരു കായലിൽ നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് വെറൈറ്റി ആക്കി ഒരു ബോട്ടിലാണ് കേട്ടോ പോകുന്നത്. ഒരു കുഞ്ഞു ബോട്ട്, പക്ഷെ നല്ല എന്താ പറയുക, നമുക്ക് നമ്മുടേതായ പ്രൈവസി. ഇതൊരു 1.5 മണിക്കൂറിൻ്റെ ഒരു യാത്രയാണ് കേട്ടോ പപ്പ ബുക്ക് ചെയ്തിരുന്നത്. നല്ല നല്ല ഒരു രസമുള്ള സംഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത്. പപ്പയും മമ്മിയും ഇതിന് മുന്നേ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് പപ്പ മമ്മി ഒബ്വിയസ്ലി അവരുണ്ടാവുമല്ലോ. അവരുടെ 45ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവരുടെ കൂട്ടത്തിൽ പപ്പയുടെ സഹോദരന്മാരുണ്ടായിരുന്നു, അനിയന്മാരുണ്ടായിരുന്നു, പിന്നെ റോയ് ചേട്ടനും ഫാമിലിയും ഉണ്ടായിരുന്നു, പിന്നെ മാളുവിൻ്റെ, അതായത് ജെൻസിൻ്റെ കസിൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറാമോനും കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ തുടങ്ങി. നല്ല രസമുള്ള ഒരു എന്താ പറയുക, നല്ല രസമുള്ള ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ പപ്പയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ലഡു മേടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ ലഡു മധുരത്തിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്ന നേരത്തതേ പുറകിലിരുന്ന് നമ്മുടെ റോയ് ചേട്ടൻ വിളമ്പുന്നത് എന്നാണെന്നറിയാവോ, അല്ലെങ്കിൽ ഒഴിച്ചിരുന്നത് എന്നാണെന്നറിയാവോ? മോരോ ജ്യൂസോ ഒന്നുമല്ല, നല്ല അടിപൊളി പനങ്കള്ളാണ് കേട്ടോ. നല്ല കിടുക്കാച്ചി പനങ്കള്ള് കിട്ടി. അതൊക്കെ എൻജോയ് ചെയ്തതേ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ വരുമായിരുന്നു. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബോട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ചൂടൊന്നും വെക്കത്തുണ്ടായിരുന്നില്ല. നല്ല തണലുണ്ടായിരുന്നു, ചെറിയൊരു കാറ്റുണ്ടായിരുന്നു. ഭയങ്കര ഒരു സുഖമുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ ആമ്പല് കാണും, പിന്നെ തവളയുണ്ടോ, മാക്കാച്ചിയുണ്ടോ, മീനുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ കാഴ്ച എനിക്ക് തോന്നിയത് എപ്പോഴും നമ്മളിങ്ങനെ ഏഷ്യാനെറ്റിലും അങ്ങനെ അല്ലെങ്കിൽ പല 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 ഇങ്ങനെ ടെലിവിഷനിൽ നമ്മൾ കാണത്തില്ലേ കാഴ്ചകൾ, ഇങ്ങനെ കേരളത്തിനെ കുറിച്ചൊക്കെ ഉള്ളത്. അതാണ് എനിക്ക് ഈ യാത്ര കണ്ടപ്പോൾ എനിക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നിയ ഒരു ഫീലിംഗ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു, ഒന്നും പറയാനില്ല ഈ ആമ്പലൊക്കെ കണ്ടപ്പോഴേക്കും. പക്ഷേ ഇത് ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ സീസണല്ല, അതുകൊണ്ട് ആമ്പൽ വളരെ കുറവാണ്. സീസൺ അല്ലെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ജഗ്ഗിൽ മോന്തി കുടിക്കുന്നത് പനങ്കള്ളാണ് കണ്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല മധുര ഉള്ള കള്ളായിരുന്നു കേട്ടോ. പിന്നെ റോയ് ചേട്ടൻ്റെ സാറാമ്മൻ്റെയും നൈലയുടെയും കൂടുതലൊക്കെ കളിക്കുന്നതാണ് കേട്ടോ. റോയ് ചേട്ടൻ പിന്നെ ഏത് പ്രായക്കാരുടെ കൂടുതൽ കൂടും. സാറാമ്മൻ്റെ കൂടുതലും ഈത്തൻ്റെ കൂടുതലും ഞങ്ങളുടെ കൂടുതലും പ്രായമായിട്ട് കൂടുതലും റോയ് ചേട്ടനൊരു ഓൾറൗണ്ടറാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ച് അടിച്ച് പൊളിച്ച് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു അടിപൊളി മൂഡിലിരിക്കുക കേട്ടോ. നല്ല രസമായിരുന്നു. നല്ലൊരു എന്താ പറയുക, ഫാമിലി ആയിട്ടൊരു നല്ലൊരു ഗെറ്റ് ടുഗദറായിരുന്നു കേട്ടോ. അതിനോടൊപ്പം ഈ കാഴ്ച എന്ത് രസമല്ലേ. നമ്മളിങ്ങനെ ഞാനൊക്കെ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ ഈ കാഴ്ച. എനിക്കതുകൊണ്ട് ഇത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഗാലറി ഫുള്ളും കുറേ ഫോട്ടോസാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇപ്പോൾ ഇത് കണ്ടു ഇങ്ങനെ ആമ്പലും അങ്ങനെയൊക്കെ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ ബോട്ടിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പോലും ഒരു നല്ല അറ്റ്മോസ്ഫിയർ, നമുക്ക് നല്ലൊരു എന്താ പറയുക വൈബ് എന്ന് പറയണല്ലേ, ആ വൈബ് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ താറാച്ചികൾ ഇങ്ങനെ പോകുന്നത് കണ്ടത്. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നു, ഇവിടെ എന്തോ കല്യാണം നടക്കുക, താറാച്ചികൾ കണ്ടില്ലേ, പോണ പോക്ക് കണ്ടില്ലേ, സദ്യ തീരാറായിടി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിതിങ്ങനെ എന്താ പറയുക പുറകിലിരുന്ന് ഇതിന് എന്താ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഡയലോഗ് ഡെലിവറി കൊടുക്കുമായിരുന്നു. കുറേ പേര് വരുന്നു, കുറേ പേര് പോകുന്നു. അപ്പോൾ ഒരു സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്പോട്ടിലിട്ട്, അപ്പോൾ ഒരു സ്പോട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ കിട്ടുന്ന ഭക്ഷണം ആയിരിക്കില്ല മറ്റേ ബുഫേയിൽ. അതുപോലെ കുറേ പേര് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ കൂടുതൽ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പോകുന്ന രംഗങ്ങളായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ഒരു കള്ള് ഷാപ്പിൽ നിന്ന് നല്ല കിടുക്കാച്ചി ഇത് പ്രോൺസ് ഫ്രൈ ആട്ടോ. നമ്മുടെ കള്ള് ഷാപ്പിൽ കിട്ടുന്ന നല്ല എരിവായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. ഇപ്പോഴും ഓർത്തിട്ട് വായിന്ന് വെള്ളം വരികയാണ് കേട്ടോ. അതുപോലെ അപ്പവും കോഴിക്കറിയും, ഷാപ്പിലെ കോഴിക്കറിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് കലാപരിപാടികളായിരിക്കും. അപ്പോൾ സാറ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ജോയിച്ചായൻ്റെയും ഈത്തൻ്റെയും കലാപരിപാടിയായിരുന്നു. അങ്ങനെ ഇരിക്കുക ബോട്ടിലെ ചേട്ടന്മാർ ഞങ്ങൾക്ക് ആമ്പൽ പറിച്ച് തന്നു കേട്ടോ. ഒരു കൈ നിറയെ ആമ്പൽ, രസമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പപ്പയോടും മമ്മിയോടും പറഞ്ഞു, നമുക്ക് വെഡിങ് ആനിവേഴ്സറിയിൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഫോട്ടോ സെക്ഷൻ രീതിയാണ് കേട്ടോ. അതുപോലെ സാറാമൂൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ആമ്പൽ പിടിച്ച്. അത് കഴിഞ്ഞ് ഈത്തനും സാറാമൂൻ ഡാൻസ് തുടങ്ങി. അതുപോലെ പിന്നെ പൊന്നിക്കുട്ടി സ്റ്റാർട്ട് ചെയ്തു ഡാൻസ്. പൊന്നി എന്ന് പറയുമ്പോഴേക്കും റോയ് ചേട്ടൻ്റെ മോളാണ് കേട്ടോ. പൊന്നിയുടെ കല്യാണമാണ് ഈ വരുന്ന മെയ്യിൽ. അപ്പോൾ അവൾ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. റോയ് ചേട്ടൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ
റോഹിച്ചേട്ടൻ ഒരു ഓൾറൗണ്ടറാണ് ഡാൻസ് പാട്ട് എല്ലാം ഉണ്ട്. പാട്ട് പാടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെങ്കിലും അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ അതിരമ്പുഴ പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ട്. അവിടുത്തെ സൺസെറ്റ് കണ്ടപ്പോൾ എൻ്റെ പൊന്നോ, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എന്ത് ഭംഗിയെന്നൊരു റെഡ് സണ്ണായിരുന്നു. എനിക്കത് കണ്ടപ്പം അത് ആ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നെടുത്ത ഫോട്ടോസ് എല്ലാം കൂടി. അടിപൊളിയല്ലേ എന്ന് നോക്കി. എനിക്കെന്താണ് ഭയങ്കര രസം തോന്നി കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി എല്ലാവരെയും കൊടുത്ത് ആഘോഷിച്ച് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡേ ടു റിമെമ്പർ. നല്ലൊരു ബോട്ട് യാത്രയായിരുന്നു. നിങ്ങൾ കോട്ടയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ബോട്ട് യാത്ര നിങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ അത് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. താങ്ക്